They said giving up, but I said I choose myself എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക. ആരായിരിക്കും? എൻകൗണ്ടേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ് 2007 ഇറങ്ങിയ ഒരു ഡോക്യുമെൻ്ററിയിലെ പെൻഗിൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു കേട്ടോ. സോഷ്യൽ മീഡിയയിലെ ആളാണ് ഇപ്പോൾ താരം. ദ കറേജ് ടു വാക്ക് അലോൺ എന്ന് പറഞ്ഞ് നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും ആ പെൻഗിൻ ഇപ്പോൾ ഇത്രയും പോപ്പുലർ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിലും ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്നതിന് ചില്ലറ ധൈര്യമൊന്നും പോരാ. എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെയോ കമ്മ്യൂണിറ്റിയോ ഒക്കെ ഫോളോ ചെയ്യാതെ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കുക എന്ന് പറയുന്നത് ഈ കംഫർട്ട് സ്പേസിനെ ബ്രേക്ക് ചെയ്യലാണല്ലേ. എല്ലാവരും ഈ റീലിനെ ബട്ട് വൈ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വൈ നോട്ട് എന്നാ. കാരണം കൂട്ടത്തിൽ ഒരുത്തൻ ഇതിനെ ബ്രേക്ക് ചെയ്യാനൊരു ധൈര്യം കാണിച്ചാൽ ഹീ ട്രസ്റ്റഡ് ഹിംസെൽഫ് എന്നല്ലേ അതിന് പറയണ്ടേ. എല്ലാവരും ഈ റയലിസ്റ്റിക് പെങ്കിനെ പറ്റി പറയുമ്പോൾ വാട്ട് അബൌട്ട് ദ കോളനി അതിനെപ്പറ്റി ആരും സംസാരിച്ച് കേൾക്കുന്നില്ലല്ലോ. എൻ്റെ പെർസ്പെക്റ്റീവ്സിൽ സത്യം പറഞ്ഞാൽ അതിലും കാണത്തില്ലേ സ്വന്തം ഡ്രീംസിനെ ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേര്. ധൈര്യം ഇല്ലാത്തത് കൊണ്ടോ കഴിവില്ലാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കുമോ ബാക്കിയുള്ള പെങ്കിൻസ് എല്ലാം ബാക്ക് ഔട്ട് ചെയ്തത്? എനിക്ക് തോന്നുന്നില്ല ആയിരിക്കുമെന്ന്. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് സ്വന്തം ഡ്രീംസിന് പുറകെ പോകാൻ പറ്റാത്ത പെങ്കിൻസും നമ്മൾക്കിടയിലും ഉണ്ട്. ആൻഡ് ദ റിയാലിറ്റി ഈസ് ലൈഫ് ഈസ് നോട്ട് സെയിം ഫോർ എവ്രി വൺ. സം പീപ്പിൾസ് ആർ സ്റ്റക്ക് ലോൺലി ഈവൻ എമോങ് ദ പീപ്പിൾ. നിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെ ഒറ്റപ്പെട്ടു പോയ പെങ്കിൻസ് ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ടൈറ്റ് ഹഗ് ചെയ്തിട്ട് പറയുക, എന്തെങ്കിലും നിന്റെ സ്വപ്നത്തിൻ്റെ മഞ്ഞുമല കീഴടക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ.